ഒരു 20,000 രൂപ സാലറി മേടിക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കോടീഷനായിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു 25%, അതായത് 5,000 നിങ്ങൾ എല്ലാ മാസവും മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതൊരു 3 മ്യൂച്വൽ ഫണ്ടിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു 3,000 നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലാർജ് ക്യാപ്പിൽ അല്ലെങ്കിൽ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. റിമൈനിങ് വരുന്ന ₹1,000 നിങ്ങളെ കൊണ്ട് വേണമെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ് അല്ലെങ്കിൽ മൾട്ടി ക്യാപ്പിൽ എടുക്കാം. പിന്നെ വരുന്ന റിമൈനിങ് ₹1,000 നിങ്ങൾക്ക് വേണമെങ്കിൽ മിഡ് ക്യാപ്പിലോ സ്മോൾ ക്യാപ്പിലോ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾ പ്രോപ്പറായി ചെയ്യുകയാണെന്നാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിയർലി ഒരു 12-13% റിട്ടേൺസ് കിട്ടും. 13% റിട്ടേൺസ് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു 10 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഏതാണ്ട് 12 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും. ഒരു 20 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലോ 57 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും. ഒരു 30 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 2.21 കോടി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം 5,000 പകരം എല്ലാ കൊല്ലം ഒരു 10% ഇൻക്രിമെന്റോടെ നിങ്ങൾ സ്റ്റെപ്പ് അപ്പ് വെച്ച് ചെയ്യുകയാണെന്നാണെങ്കിൽ 30 കൊല്ലം കഴിഞ്ഞാൽ 5.23 കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതായത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പോലും നിയർലി 1 CRന്റെ അടുത്തുണ്ടാവും. സോ എനിക്ക് കിട്ടുന്ന എമൗണ്ട് ചെറുതാണ്, അതുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നില്ല എന്നുള്ള കാരണവും എക്സ്ക്യൂസും ഇപ്പൊ തന്നെ മാറ്റി നിർത്തിക്കോളൂ.